ഫ്രണ്ട്സ്, മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു വർക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ചെങ്ങന്നൂരിനടുത്ത് മുളക്കഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ വർക്ക്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അപ്പം പുള്ളിയുടെ വീട്ടിൽ നേരത്തെ മെയിൻ കിച്ചൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് ഏരിയയിലെ വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം പുള്ളിക്കാരൻ നേരത്തെ അലുമിനിയത്തിൻ്റെ ഇതേപോലുള്ള ക്വാളിറ്റി മെറ്റീരിയലിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി മൾട്ടിവുഡ് അങ്ങനെ എന്തോ വുഡ് വെച്ചിട്ടാണ് അത് ചെയ്തത്, പ്ലൈവുഡ് പോലത്തെ. അപ്പം നമ്മളിന്ന് വർക്ക് ഏരിയ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പുള്ളിക്കാരൻ്റെ വീട്. അപ്പം ഇവിടുത്തെ വർക്ക് ഏരിയ സെറ്റിംഗ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ നേരത്തെ ചെയ്ത കിച്ചന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കിച്ചന് ഇതാണ് വർക്ക് ഏരിയ. ബോട്ടം സൈഡിൽ ഇത്രയും ഭാഗമുണ്ട്. ടോപ്പ് സൈഡിൽ ബെർത്ത് ലഗേജ് സ്പേസിൻ്റെ ഭാഗവും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ള് സെറ്റിംഗ് ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ലൊരു വർക്കാണ്. എല്ലാവർക്കും വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫുൾ സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രെയിം സെറ്റിംഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതേപോലെ മോഡലിൽ നമ്മൾ വേറെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാൻ നോക്കുക. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽ കണ്ടു നോക്കാം. അതേപോലെ തന്നെ നേരത്തെ MDF ചെയ്ത് കൊടുത്ത മൾട്ടിവുഡ് ആ വുഡ് ചെയ്ത ഒരു വർക്കാണ് ഇത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നോർമലി അവർക്ക് ഏകദേശം 2.5 ലക്ഷം രൂപത്തിലധികമായിട്ടുണ്ട് ആ വർക്ക് ഫുള്ള് ഫിനിഷായിട്ട്. അപ്പോൾ ചെറിയ എന്തോ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളുടെ വർക്കിനെ പറ്റി പുള്ളിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല. പഴയ രീതിയിലുള്ള അലുമിനിയത്തിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പം പുള്ളിക്കാരന് കുറച്ചുകൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അലുമിനിയത്തിൽ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ പുള്ളി പറഞ്ഞായിരുന്നു. ഇതാണ് മൾട്ടിവുഡിൽ ചെയ്ത വർക്ക്. അപ്പോൾ അതിൻ്റെ ഡ്രോയേഴ്സിനൊക്കെ ചെറിയ കംപ്ലൈൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ചെറിയ രീതിയിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മൾ കുറ്റമായിട്ടല്ല പറയുന്നത്, നോർമലി എല്ലായിടവും സംഭവിക്കാമെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ബോട്ടം സൈഡിലെ സെറ്റിങ്ങൊക്കെ ഇതേപോലെ ഓറഞ്ച് കളറിൽ ഓറഞ്ച് ബ്ലാക്ക് ആയിട്ട് ചെയ്ത ഒരു വർക്ക് ഫുള്ള് സൈറ്റ് ലൈവ് വീഡിയോ ആയിട്ട് ഒരു 3-4 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അത് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഫുള്ള് സെറ്റിംഗ് ഉണ്ടോ, ഡ്രോയർ സെറ്റിങ്, അതേപോലെ ബോക്സ്, അങ്ങനെയുള്ള കുറേ ഒരു 3-4 പാർട്ടായിട്ട് നമ്മളത് വീഡിയോ ഫുൾ സെറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ വർക്കൗട്ടൊക്കെ ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുതിയതായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് പ്രയോജനം വരത്തക്ക രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോസും ചെയ്തു പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലുള്ള പുതിയ പുതിയ വെറൈറ്റി വർക്കുകളും അതേപോലെ പുതിയ പുതിയ മോഡലുകളും നിങ്ങൾക്ക് വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനിയും തുടർന്നും ഞങ്ങളുടെ ചാനൽ ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോപ്പ് സൈഡിലെ ഫ്രെയിമാണിത്. അപ്പോൾ ഒരു ഡബിൾ ഡോറ് അതേപോലെ എൽ ഷേപ്പിൽ ഡോർ, അങ്ങനെയാണ് നമ്മളത് ചെയ്തേക്കുന്നത്. ഇത് ഫുള്ള് സെറ്റിംഗ് ആയിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ജസ്റ്റ് ഫ്രെയിം ഇതേപോലെ വെച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് ഡോറൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് ഫിനിഷിങ് ആകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫുള്ള് സെറ്റിങ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ ഊർജ്ജം. തുടർന്നും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെയും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അതിന് മാക്സിമം നമ്മളെല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. ഇപ്പം സമയത്തിൻ്റെ കുറവുകൊണ്ടൊക്കെയാണ് കുറേ പേർക്ക് കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തത്. എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്.
അപ്പം ഫാബ്രിക്കേഷൻ സംബന്ധമായ എന്തെങ്കിലും സംശയമോ അതേപോലെ പുതിയതായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ തുടർന്നും ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് ഫുള്ള് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഡോറ് സെറ്റിംഗ് ആണ്. ഇനി മൊത്തം ഡോറ് സെറ്റ് ചെയ്ത് ഫുള്ള് അടച്ചു തുറന്ന് കാണിക്കുന്നൊരു വീഡിയോയും കൂടെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ സെറ്റിങ് ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത നല്ല വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. കിച്ചൺ കബോർഡ് അതേപോലെ ബെഡ്റൂം കബോർഡ് അതിൻ്റെയൊക്കെ സെറ്റിങ്ങും അതേപോലെ പുതിയ വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിൻ്റെ സെറ്റിങ് കഴിഞ്ഞ് മേളത്തെ ഡോറും ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തത്. ഫ്രെയിമിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമ്മൾ ഷോപ്പിലിട്ട് സെറ്റ് ചെയ്ത് ഏകദേശം ഒരു 11 മണിയായി നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യാൻ വന്നപ്പോൾ. ഒരു 6-7 മണിയായപ്പോൾ നമ്മൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മെയിനായിട്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മളെ വിളിച്ചു വരുത്തുക. കാരണം ഒരുപാട് പേര് ഞങ്ങളെ ഇതേപോലെ കോൾ ചെയ്ത് വിളിച്ചു വരുത്തി ഒരുപാട് ദൂരത്തൊക്കെ ഞങ്ങൾ ചെന്നിട്ട് ജസ്റ്റ് റേറ്റ് അറിയാനാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഞങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലൊക്കെ ചെയ്യാതിരിക്കുക. താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങളെ വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് റേറ്റ് അറിയാനാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നോർമലി ഞങ്ങളുടെ സമയനഷ്ടം അതേപോലെ റേറ്റിൻ്റെ കാര്യം ഡീറ്റെയിലും എല്ലാം നമ്മളെ വിളിച്ചാൽ ഡീറ്റെയിലായിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞും വിളിച്ച് നമ്മളെ അളവെടുപ്പിച്ചിട്ട് റേറ്റ് അറിയാനാണെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ചെറിയ രീതിയിലല്ല, നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം ഇന്ന് നമ്മുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് തുറന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 2 വാർഡ്രോപ്പിൻ്റെ ഫുള്ള് സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു വർക്ക് നമ്മൾ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കേ, ബൈ.